ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എവിടെ അപ്രതീക്ഷയായി പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി കളർ ചെയ്യുന്നത് കാണിക്കുക എന്നുള്ളതാണ്. സോ ടുഡേ ഐ ഹാവ് ടേക്കൻ ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ മൈ ഹെയർ കളറിങ്. അപ്പോൾ നിങ്ങൾ എൻ്റെ മുടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എൻ്റെ തലമുടിയിൽ ഒരു 70-75% അല്ലെങ്കിൽ അതിക്കും മേലെ എൻ്റെ മുടി ഫുള്ള് നരച്ചതാണ്. അപ്പം ഈ ഒരു നര തുടങ്ങിയിട്ട് 10-20 വർഷത്തിന് മുകളിലായി കാണും. യെസ്, മുകളിലായി കാണും. നോ, ലെസ് ദാൻ 20 years. എനിവേ, മേ ബി 15 years. യെസ്, അത്രയൊക്കെ ആയി. അപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ ഹെന്ന ചെയ്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹെന്ന ചെയ്ത് ഇപ്പം എനിക്ക് മടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 തവണ എൻ്റെ മുടി ഞാൻ കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കളർ ചെയ്തേക്കുന്ന ഒരു 2 വർഷത്തിന് മുന്നെയാണ്, ലൈക്ക് 2.5 years ബാക്കാണ് ഞാൻ മുടി കളർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ എനിക്ക് കളർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഞാൻ കുറേ നാളിങ്ങനെ ഹെന്ന ചെയ്യാണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ നരച്ച മുടിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോരുത്തരും ഇങ്ങനെ എടുത്ത് ചോദിക്കാൻ തുടങ്ങി, മുടി ഒന്നും ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, ദിസ് ടൈം ഐ ആം എഗെയിൻ ഗോയിങ് ടു ഡു കളറിങ് ഓൺ മൈ ഹെയർ. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഹെയർ കളറിങ് ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ്. സോ ഞാൻ ഹെയർ കളറിങ് ചെയ്യാൻ പോകുന്നത് എൻ്റെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു ഹെയർ സലൂണിലാണ്. കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ മുടി വെട്ടിയ സലൂണിൽ ഞാൻ മുടി വെട്ടാൻ പോയ വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആ സലൂണിലാണെന്ന് എടുത്ത് പറഞ്ഞത്. സോ അവിടെ എൻ്റെ മുടി വെട്ടിയ ഒരു കൊച്ചുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നല്ല കൊച്ചായിരുന്നു. ലൈക്ക് ആ പുള്ളിക്കാരി മുടി വെട്ടിയ പിന്നെ എൻ്റെ മുടിക്ക് ഒരു പുഷ്ടി വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പണ്ട് എവിടെയോ ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ മുടി മുടി വെട്ടുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ. എനിവേ, ഇത്തവണത്തെ എൻ്റെ മുടി വെട്ടിയതിന് ശേഷം, ആ കൊച്ചു മുടി വെട്ടിയതിന് ശേഷം ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ആ കൊച്ചിനെ തന്നെയാണ് എനിക്ക് എൻ്റെ ഹെയർ കളർ ചെയ്യാനും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി, ഇവിടുത്തെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഒത്തിരി സ്പീഡ് കൂടിയാണ് സംസാരിക്കുന്നത്, എനിക്ക് കുറച്ച് സമയമുള്ളൂ, അത് കാരണം ഞാൻ ഇത്ര സ്പീഡ് സംസാരിക്കുന്നത്. എനിവേ, അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വാക്കിനായിട്ട് പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഒരു ഹെയർ സലൂണിലോ അല്ലെങ്കിൽ ബ്യൂട്ടി സലൂണിലോ നേരിട്ട് ചെന്നിട്ട് ഇപ്പം എനിക്ക് ഹെയർ കളർ ചെയ്ത് തരണം, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മുടി വെട്ടി തരണം എന്ന് പറഞ്ഞാൽ ആരും വെട്ടിത്തരത്തില്ല. അവർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ, അല്ലെങ്കിൽ അവരിങ്ങനെ അവരുടെ കലണ്ടർ എടുത്ത് നോക്കിയിട്ട് എന്നാണ് ഡേറ്റ് ഉള്ളതെന്ന് നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അങ്ങനെയാണ് നമുക്ക് ഹെയർ കളർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റ് ഞാൻ ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്ത അപ്പോയിൻമെൻറ്റാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പോകാനായിട്ട് ഇനി only half an hour ലെഫ്റ്റ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒത്തിരി പറയുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നുന്നു. എനിവേ, യു ഗൈസ് കം വിത്ത് മീ. നമുക്ക് വീടിനകത്ത് കയറാം, നമുക്ക് ചിപ്പുനെ കാണാം, ഫുഡ് കഴിക്കാം. എന്താണ് ഞാൻ കഴിക്കാൻ പോകുന്നത് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് ഓടി ഹെയർ സലൂണിലോട്ട് പോയിട്ട് എൻ്റെ ഹെയർ കളർ ചെയ്യുന്നത് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പം ഇപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ കണ്ടീഷൻ വളരെ പത്തിരിക്കാണ്. ഞാനിങ്ങനെ മുന്നേ ഹെന്ന ചെയ്ത എൻ്റെ കണ്ട ബ്രൗൺ കളർ ഇവിടെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വെള്ള കളറുണ്ട്. എല്ലാവിധ കളറുകളും എൻ്റെ തലയിലുണ്ട്. ഇപ്പം ഇതെല്ലാ കളറുകളെയും മാറ്റിയിട്ട് ഏതെങ്കിലും ഒറ്റ കളറിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ എൻ്റെ ലക്ഷ്യം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എൻ്റെ കൈ കഴിക്കുന്നു, നമുക്ക് അകത്തോട്ട് പോകാം. സി യു ഇൻസൈഡ് മൈ ഹോം. ആരും നടന്നു പോകുന്നുണ്ട് കേട്ടോ, നല്ല വെയിലാണ്. ഈ വെയിൽ താരാണോ നടക്കുന്നത്? ഹായ് പറ. ചിപ്പു ഹായ് പറ. ചിപ്പു ഈസ് ഹിയർ. അപ്പോൾ ഞാൻ ചിപ്പുവിനെ ഒന്ന് 1 minute ഒന്ന് ഒട്ടും ലൈറ്റ് ഇല്ല, ദേശ വെട്ടം എടുക്കാം കേട്ടോ. ചിപ്പു ഹായ് പറ. അപ്പോൾ ചിപ്പുവിനെ ഞാൻ ആദ്യം ഒന്ന് പെട്ടെന്ന് പുറത്ത് കൊണ്ടോട്ടെ. ചിപ്പുവിൻ്റെ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടി ഒന്ന് പുറത്ത് പോയേക്കുവാണ്. ചിപ്പു ഇവിടെ പുറത്തിറക്കി അവനൊന്ന് ഓടി പോവും. ഞങ്ങളുടെ നെയ്ബറിൻ്റെ വീടുണ്ട്, അവിടെ വരെ ഒന്ന് പോയിട്ട് ഞാനിപ്പോൾ ഒന്ന് വിളിച്ചാൽ മതി, പുള്ളി ഇപ്പം വരും. ചിപ്പു ഓടി വായോ, ഓടി വായോ. ഇത് അവൻ്റെ സ്ഥലമാണ്, ഇവിടെയാണ് അവൻ്റെ ഏരിയ. പക്ഷേ ഇവിടെ ഞങ്ങൾ ഇച്ചിരി നടുക്കത്തെ ആ റൗണ്ടിൽ അവിടെ പുല്ലൊക്കെ പോയി. അപ്പോൾ ഇച്ചിരി പുല്ല് കിളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വിത്തിട്ടേക്കുവാണ്. അപ്പം ഇനി ഒരാഴ്ചത്തേനും പുള്ളിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. പുല്ല് കിളിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ചിപ്പുന് അവിടെ ഒരു പരവതാനിയാണ് അവിടെ ഞങ്ങൾ ഒരുക്കുന്നത്. സോ അതുവരെ ചിപ്പു ഇതുവഴി നടക്കട്ടെ. പക്ഷെ അവനങ്ങനെ എങ്ങോട്ട് ഓടി പോകത്തില്ല കേട്ടോ. ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കും. പിന്നെ ഞങ്ങളുടെ നെയ്ബറിൻ്റെ അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടെ പോയി ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ വരും. ഇനിയിപ്പോൾ ഞാൻ വിളിക്കും, ബാ ചിപ്പു പോയോ, ചിപ്പു പോയോ, ഇട്ട് വാ, അമ്മ പോവാ, കം ഇൻസൈഡ്, ചിപ്പു കം, ഗോ, കേറ്. അനുസരണ ഉണ്ടോന്ന് നോക്കട്ടെ. കണ്ടാൻ്റെ ചിപ്പു വന്നുണ്ട്, വാ അകത്തേറ്. അയ്യോ അകത്തേറ്, ഇവിടെ വരെ വന്നിട്ട് എന്നെ നാണം കെടുത്തല്ലേ ചിപ്പു. കം, അമ്മ പോവാ, വാ കേറി വാ ചിപ്പി, കം, പോവാണേ. അവൻ കുറച്ചു നേരം തൊഴിൽ ഒന്ന് കറങ്ങി നടക്കട്ടെ. അവൻ എന്നെ നാണം കെടുത്തിയതല്ല, അവനൊരു ഫ്രീഡം കിട്ടിയല്ലേ, അവനൊരു
2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാൻ വന്നോളും. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ചിപ്പിച്ച് ഫുഡ് കഴിക്കുക അല്ലേ? ചിപ്പിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ രാവിലെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് പോയ മാവ് കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്. അത് വെച്ച് പെട്ടെന്ന് ഒരു ചപ്പാത്തി 2-3 ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ ഇന്നലത്തെ മീൻകറി മിച്ചം ഇരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി കഴിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു സ്മൂത്തിയും കൂടെ അടിച്ചു കുടിക്കണം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പം ചപ്പാത്തി ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു രണ്ട് ചപ്പാത്തി. രാവിലെ ഓസ്ട്രേലിയൻ മാപ്പും ഇന്ത്യൻ മാപ്പും എല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. സോ എൻ്റെ ചപ്പാത്തിക്ക് അങ്ങനെ വലിയ ഷേപ്പൊന്നുമില്ല. ചപ്പാത്തി ആയാൽ പോരെ, ഷേപ്പിലൊക്കെ എന്ത് കാര്യമല്ലേ. സോ 3 ചപ്പാത്തി മതി, അത് ധാരാളം. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് ഞാൻ ചപ്പാത്തി ചുടുന്നതും ചപ്പാത്തി പരത്തുന്നതും പാരലായിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സാധനം കൂടി ഇവിടെ വെച്ചേക്കാം. ചിപ്പുവിന് ചപ്പാത്തി വേണോടാ? ചിപ്പു ഇപ്പോൾ ചിപ്പുവിൻ്റെ പെല്ലറ്റ്സ് കഴിച്ചു. പക്ഷേ ചിപ്പുവിൻ്റെ ഫുഡിനെക്കാളും നമ്മുടെ ഫുഡിനോടാണ് താല്പര്യം. ഇവിടെ ഡോഗ് ഫുഡ് ഇങ്ങനെ പെല്ലറ്റ്സ് മേടിക്കാൻ കിട്ടും, ലൈക്ക് കംപ്ലീറ്റ് ഡോഗ് ഫുഡായിട്ട്. അപ്പം അതാണ് ഇവിടെ ഉള്ളവർ കൊടുക്കാറ്. പക്ഷേ ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ഇച്ചിരി കൊടുത്ത് അവന് മനസ്സിലായി അവൻ്റെ പെല്ലറ്റ്സിനെക്കാളും അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഫുഡൊക്കെ എന്ന്. അപ്പോൾ അത് കാരണം അപ്പോൾ ചില സമയം അവൻ്റെ പെല്ലറ്റ്സിനെക്കാളിലും നോട്ടം ഫുള്ളും നമ്മുടെ ഫുഡിലോട്ടായിരിക്കും. സോ അവനിപ്പം ചില ഫുഡ് കറക്റ്റ് അറിയാം. ഇപ്പം നമ്മളിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അവന് ഭയങ്കര കൊതിയായിട്ട് അവനിവിടെ വന്നിങ്ങനെ കൊതി വിട്ട് നിൽക്കും. 2 സ്ട്രോബെറി, 3 ബ്ലൂബെറി, 1 ബനാന. ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്മൂത്തി അടിക്കാൻ പോകുന്നത്. ബനാന ഈസ് മസ്റ്റ് ഫോർ സ്മൂത്തി, ഫോർ മൈ സ്മൂത്തി. ബനാന ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു രസമില്ല. അപ്പോൾ നല്ല ചുമന്ന മീൻകറി ഞാൻ ഇന്നലെ കറി വെച്ച് വെച്ചതാണ്. ഇപ്പം നല്ല അരപ്പൊക്കെ പറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇതേതാ മീനെന്ന് ചോദിച്ചാൽ ബ്രോൺസീനി എന്ന് പറഞ്ഞ മീനാണ്. ഇംഗ്ലീഷിലും ബ്രോൺസീനി എന്നാണ് പറയുന്നത്. മലയാളത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൺവേർട്ട് ചെയ്ത് നോക്കാനായിട്ട് മറന്നുപോയി. സോ ഞാനപ്പം എൻ്റെ ചപ്പാത്തിയും മീൻ കറിയും നമ്മളുണ്ടാക്കിയ സ്മൂത്തി ഉണ്ടല്ലോ, സ്മൂത്തിയും കൂടെ എടുത്തിട്ട് വരട്ടെ. സ്മൂത്തി ഇതെല്ലാം നമ്മൾ മറ്റേ ബ്ലൂബെറി എന്ത് വരുന്നത്, മൾബെറിയോ വാട്ടർ വെറൈറ്റീസ്, ബ്ലാക്ക്ബെറി, ബ്ലാക്ക്ബെറി അല്ല ബ്ലൂബെറി അല്ല ബ്ലാക്ക്ബെറി, ഐ തിങ്ക് ബ്ലാക്ക്ബെറി. അത് ആഡ് ചെയ്തുകൊണ്ട് ഇത് നല്ലൊരു വയലറ്റ് കളർ വന്നു. അപ്പം ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ടെക്നിക്കാണ് ഈ സ്മൂത്തി കുടിക്കുക എന്നുള്ളത്. ഞാനപ്പം ചപ്പാത്തിയും മീനും സ്മൂത്തിയും കുടിച്ചിട്ട് നമുക്ക് അവിടോട്ട് പോവാം. കഴിക്കുന്ന വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡ്രസ്സിൽ മൊത്തമല്ല കുറച്ച് മീൻചാറ് പറ്റി. അപ്പോൾ ഞാൻ ഓടിപ്പോയ ഡ്രസ്സ് മാറി. സോ 5 മിനിറ്റ്സ് ലേറ്റാണ്. സാരമില്ല, 10 മിനിറ്റ് വരെയൊക്കെ അവർ വെയിറ്റ് ചെയ്യും. ഐ ഹാവ് ഓൺലി 3 മിനിറ്റ്സ് ഡ്രൈവ് ഫ്രം ഹിയർ. അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് ബ്യൂട്ടി സലൂൺ അല്ല ഹെയർ സലൂണിലോട്ട് പോവാം. Have you ever had color on your hair? Yeah. Yes. You remember me? Change something in your hair? Me? Yeah. I went to black, so I put black in my hair. Done highlights before on your hair? Yeah. So how you manage? Is there any specific shampoo or anything that you can recommend me to prevent hair from? I'd say definitely. If I use a color shampoo and conditioner, just because that toner is in there. And then I would also, bleach works as it goes into the cuticle and it strips out the melanin of the hair. Mm-hmm. എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം. എന്താ ഉണ്ടാക്കുന്നത്? ഡിന്നറിൻ്റെ കറിക്കായിട്ട് ഞാൻ രാവിലെ തന്നെ വൻപയർ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു വലിയ മണ്ടത്തരം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മുടി വെട്ടാൻ പോയ കടയിൽ ഞാൻ എൻ്റെ ഫോൺ സ്റ്റാൻഡ് വെച്ച് മറന്നു.
അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോൺ വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ അരിച്ചാക്കിൻ്റെ മുകളിലാണ് ഞാൻ ഫോൺ വെച്ചിരിക്കുന്നത്. എൻ്റെ ജീര റൈസിൻ്റെ ചാക്കിൻ്റെ മുകളിലാണ് എൻ്റെ ഫോൺ ഇരിക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ മറ്റേ ചാക്കിനടുത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് ഹൗ തിങ്സ് വർക്ക്സ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിപ്പുവിനെ പുല്ല് മേയാൻ വിട്ടേക്കുവാണ്. ചിപ്പു ഒരു പശുവാണോ എനിക്ക് സംശയമുണ്ട്. ചിപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് പുല്ല് തിന്നാനായിട്ട്. അവനപ്പോൾ അവിടെ പുല്ലൊക്കെ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് അവൻ പുല്ല് കഴിച്ചോണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴത്തേനും ഞാൻ ഒട്ടും ലൈറ്റില്ലല്ലേ. ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് ചെല്ലുന്തോറും സാധാരണ എല്ലാവരും വീഡിയോ എടുത്ത് ചെല്ലുന്തോറും ക്വാളിറ്റിയൊക്കെ കൂടി വരാറാണ് പതിവ്. ഞാൻ ഓരോ വ്ലോഗ് കഴിയുന്നതോടെ എൻ്റെ ക്വാളിറ്റി കുറയുവാണോ എന്ന് എനിക്ക് സംശയം. അയ്യോ, ചിപ്പു എവിടെയാ? ചിപ്പുച്ചി ഇവിടെ കിടക്കുവാണോ? ചിപ്പുച്ചി ഇവിടെ കമ്പ് നിന്നോണ്ട് കിടക്കുവാണോ? നമുക്ക് അകത്ത് പോകണ്ടേ? ചിപ്പു പൊന്നാ, കമ്പ് അവിടെ ഇട്ടിട്ടോ. വാ പോവാ. കമ്പ് കഴിക്കണ്ട, വാ. ചിപ്പു വായോ? ലെറ്റ്സ് ഗോ ഇൻസൈഡ്. കം. ചിപ്പുജി ഓരോ കമ്പ് കഴിക്കില്ല ഗൈസ്. ചിപ്പുവിന് ഇഷ്ടമുള്ള സാധനമാണ്. കമ്പ് കഴിക്കത്തില്ല, അവനിങ്ങനെ കടിച്ചിട്ട് അങ്ങ് തുപ്പിക്കളയും. ചിപ്പു, ആ കമ്പ് പുറത്ത് കളാം, നമുക്ക് അകത്ത് മതി. ദിസ് ഇസ് നോട്ട് ചിക്കൻ ലെഗ് ഒന്നും അല്ല ഇത്ര ആക്രാന്തം പിടിച്ച് കഴിക്കാനായിട്ട്. ബാ, മോടി നിനക്ക് ലെഗ് മേടിച്ചു തരാം, നിനക്ക് ബോൺ മേടിച്ചു തരാം. ചിപ്പുജി കം, ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇപ്പൊ കുച്ചു വരും. ബാ, നിനക്ക് അവൻ ആവശ്യത്തിന് ഫണ്ണായി. 10 മിനിറ്റ് ഞാൻ നിന്നെ പുറത്ത് വിട്ടിരിക്കുമായിരുന്നു. നീ എൻ്റെ കൂടെ വാ. ചിപ്പുജി വാടി, നീ വാടി. കം ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ ചിപ്പുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ചിപ്പു കുറച്ച് നേരം അകത്തിരിക്കട്ടെ. ചിപ്പുവിൻ്റെ സിറ്റിംഗ് പ്ലേസ് ആണിത്. ചിപ്പു, കം ആൻഡ് ഗോ ആൻഡ് സിറ്റ്. അപ്പോൾ അവിടെ ചൂടായതുകൊണ്ട് വെയിലടിക്കുന്നതാണ് അവനോട് ചൂടെടുക്കുന്നത്. ചിപ്പു ഇവിടെ ആയോ? നിന്നെക്കുറിച്ച് 2 വാക്ക് പറയാൻ പോകും. നിന്റെ പ്രസൻസിൽ ഞാൻ പറയത്തുള്ളൂ, നിന്റെ കുറ്റമൊന്നും ഞാൻ പറയത്തില്ല. ഇവിടെ വന്നേക്ക്. കം ആൻഡ് സ്റ്റാൻഡ് ഹിയർ. ഓക്കെ, അപ്പോൾ ചിപ്പു എന്താണെന്ന് വെച്ചാൽ ചിപ്പുവിന് ചൂടായത് കാരണം ചിപ്പുവിന് ഇങ്ങനെ സെറ്റിലൊന്നും കിടക്കാൻ താല്പര്യമില്ല. ചിപ്പുവിന് ഇങ്ങനെ നിലത്ത് കിടക്കാനാണ് താല്പര്യം. നിലത്ത് കിടക്കുമ്പോഴത്തേനും കുറച്ച് തണുപ്പ് കിട്ടും. അപ്പോൾ അവനിങ്ങനെ നിലത്താണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ റെഡി ആയിട്ട് കുച്ചുവിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇനിയിപ്പം ചിപ്പുവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുച്ചു വരുന്നവരെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. കുച്ചു എന്താ വരാത്തത്? കുച്ചു എന്താ ഇത്ര താമസിക്കുന്ന വരാനായിട്ട്? ഇത് അമ്മമാരുടെ പോലെയാണ്. കുച്ചുവും പോലെ ചിപ്പുവിന് ഭയങ്കര ടെൻഷനാണ്. കുച്ചുവിൻ്റെ സ്കൂൾ ബസ് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആൾ ചിപ്പുവാണ്. അതുപോലെ തന്നെ ഞാനോ ബിബിനോ നമ്മൾ ആരെങ്കിലും വരാനായിട്ട് ലേറ്റ് ആയാൽ ചിപ്പുവിന് ഇതേ ടെൻഷനാണ്. പാവൻ്റെ ചിപ്പു. കുച്ചു വരുവടാ, കുച്ചു വരും, നീ വിഷമിക്കണ്ട. പ്രായം ഒന്നിനും ഒരു വെല്ലുവിളി അല്ലെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങളിവിടെ കാണിച്ചു തരുന്നത്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പോസ്റ്റ് വുമനാണ്. ഷീ വിൽ ബി അറ്റ്ലീസ്റ്റ് ഒരു 75 വയസ്സ് മിനിമം എന്തായാലും ഉണ്ട്. അപ്പം പ്രായം ഒന്നിനും ഒരു വെല്ലുവിളിയല്ല, മനസ്സ് മതി, മനസ്സാണെല്ലാം എന്ന് തെളിയിക്കുന്ന ഒരു എക്സാമ്പിൾ. ഞാൻ പുള്ളിക്കാരുടെ ഫേസൊന്നും അധികം ഫോക്കസ് ചെയ്യുന്നില്ല, പക്ഷേ എങ്കിലും എനിക്കെപ്പോഴും ഇവരെ കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബൊക്കെയാണ്. കണ്ടോ, ഈ പ്രായത്തിലും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് കണ്ടോ. വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈശ്വര, ചിപ്പു വേണ്ട റെഡിയായിട്ട് കുച്ചുവിനെ വരാം. ഇനിയിപ്പം ഇവർ തമ്മിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ്, ആടിപിടുത്തമാണ്. What is this? Ryan gave me a toy. He said I can get it back in a week. What is that toy? A toy. What is that toy? Show me. It can glow in the sun. Glow in the sun? Wow. കുച്ചിന് ടോയ് കിട്ടിയിട്ടുണ്ട്. കുച്ചിന്റെ Like a ഫ്രണ്ട് water കൊടുക്കാം. toy. വാട്ടർ ടോയ്? Yeah. I'll eat something. ആ തരാം, ചോറ് തണുക്കട്ടെ. That's a seed. Sit there. നോ, ചിപ്പുവിന്റെ സീറ്റ് അതല്ലേ. ചിപ്പു ഡോണ്ട് ഹാവ് ടു സിറ്റ് there. ബ്ലൂ. എങ്ങനെ കുച്ചു നീ ഒരു ഡ്രസ് ഇട്ടു? അപ്പോൾ ചൂടല്ല, ചൂടെടുത്തില്ലേ ഇന്ന്? Yeah, it was. ഹോട്ടായിരുന്നോ? Kuchu, you are my most favorite person in this whole world. What about Kuchi? കിച്ചണിലെ പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങി. അപ്പോൾ ഇനി നാളത്തേനുള്ള ഉഴുന്നരച്ച് വെക്കാൻ പോവുകയാണ് ഞാൻ. അതാണ് ഇനി അടുത്തുള്ള പരിപാടി.
ഇന്നത്തെ അവസാനത്തെ കലാശക്കോട്ട പരിപാടിയാണ്. ഞാൻ ചിപ്പുമായിട്ട് നടക്കാൻ ഇറങ്ങിയ. സാധാരണ അവന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നു. ഞങ്ങൾ പുല്ല് വളർത്താൻ ഇട്ടേക്കുന്ന സ്ഥലം, അവിടെ പോയിട്ടാണ് അവൻ്റെ പരിപാടികളൊക്കെ സാധിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം അവിടെ അങ്ങനെ സ്ഥലമില്ല കാരണം പുള്ളി കുറച്ച് സ്റ്റക്കായിരുന്നു. അപ്പോൾ ഞാൻ അവനൊന്ന് നടത്താമെന്ന് വിചാരിച്ചു. അവനപ്പോൾ കുറച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഞാനും ചിപ്പും കൂടെ നടക്കാൻ ഇറങ്ങിയാണ്. നടന്ന വഴിക്ക് തന്നെ അവൻ്റെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വീട്ടിൽ പോയിട്ടൊരു കൂടെ എടുത്തിട്ട് വരട്ടെ. സോ ഞാനൊന്ന് ഫ്രഷ് ആകാൻ പോവാണ്. അതിന് മുന്നേ എനിക്കൊരു 10 മിനിറ്റ് ഒന്ന് കിടക്കണം. ഐ എം സോ ടയേർഡ്. എങ്കിലേ ഇനി ഡാൻസൊക്കെ ചെയ്യാനുള്ള എനർജി എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഒരു നല്ല പൂവുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ. ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ. ബൈ ബൈ.